Hey friends, welcome to Travel Tumbi channel once again. നമ്മൾ വിയറ്റ്നാമിലെ ഡനാങ് സിറ്റിയിലാണ് ഇപ്പോൾ. വിയറ്റ്നാമിൽ വന്നിട്ട് 4ാമത്തെ ദിവസം. ഇന്ന് ഡനാങ്ങിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച കേട്ടോ. എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് പോയിരിക്കും. അങ്ങനെ നമ്മൾ വിയറ്റ്നാമിലെ ഡനാങ്ങിലെ ഏറ്റവും ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊന്നായ ബാന ഹിൽസിലേക്കാണ് ഇന്ന് പോകുന്നത്. രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഏകദേശം 1 മണിക്കൂറത്തെ യാത്ര കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇവിടെ എത്തിയത്. ചൂടുള്ള കാലാവസ്ഥയാണെങ്കിലും ഇതിന്റെ മുകളിലേക്ക് പോകും തോറും നല്ല തണുപ്പായിരിക്കും എന്ന് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ മുകളിലേക്ക് പോകും തോറും എന്ന് പറയാൻ കാരണം ഇതൊരു കേബിൾ കാർ റൈഡാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കടലിനെ ക്രോസ് ചെയ്തിട്ടാണ് ഫുക്കോക്ക് ഐലൻഡിൽ ചെയ്തത്. ഇവിടെ തിരിച്ച് ഒരു കാടും മലകളും കടന്നിട്ടുള്ള ഒരു കേബിൾ കാർ റൈഡാണ്. ഒരു വേറിട്ട ഫീൽ കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോയാലോ? ഞങ്ങളങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ എത്തി. ഇവിടെ തന്നെ നല്ല അത്യാവശ്യം കാണാനുള്ള കാഴ്ചകളുണ്ട്. ഒരു സൺ ടെമ്പിളിൻ്റെ മോഡലൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. സൺ സിറ്റി എന്നാണ് ഇതും അറിയപ്പെടുന്നത്. ടിക്കറ്റ് എടുത്ത ശേഷം കുറച്ച് മുന്നോട്ട് നടക്കാനുണ്ട്. ഈ നടക്കുന്ന വഴിയിലൊക്കെ പല മോഡൽസ് ഒക്കെ വെച്ചിട്ട് പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഒക്കെ പ്രതിമകളൊക്കെ വെച്ചിട്ട് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ നല്ല അക്വേറിയം കാണാം ഇവിടെ. കുറച്ചുകൂടി മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു ഇടനാഴിയിലൂടെ കടക്കും. അതിൻ്റെ മുകളിലൊക്കെ ഈ വിയറ്റ്നാമിൻ്റെ തനതായ ഈ വർണ്ണക്കടലാസ് കൊണ്ട് പൊതിഞ്ഞ ലൈറ്റുകളുണ്ട്. അതിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. അതിങ്ങനെ പല ഭാഗത്തും കാണാൻ പറ്റും. അതും കാണാൻ നല്ല രസമാണ്. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് നമ്മൾ കൗണ്ടറിൻ്റെ അടുത്തെത്തി. അവിടെ നിന്ന് ടിക്കറ്റ് സ്കാൻ ചെയ്ത് അകത്തേക്ക് കയറി. അങ്ങനെ ഞങ്ങൾ ബേസ് സ്റ്റേഷനിലെത്തി. ഈ ബേസ് സ്റ്റേഷനിലൊക്കെ വിനോദസഞ്ചാരികളൊക്കെ ആകർഷിക്കാനായിട്ട് സോവനിയേഴ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഷോപ്പുകളൊക്കെ ഇവിടെ ഒത്തിരിയുണ്ട്. അങ്ങനെ ഞങ്ങൾക്കുള്ള ഗൊണ്ടോള കാറിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് യഥാർത്ഥ മാജിക് തുടങ്ങുന്നത്. ഞങ്ങൾ ക്യാബിനിൽ കയറി. വാതിലുകൾ അടഞ്ഞതോടെ പതിയെ ക്യാബിൻ മുന്നോട്ട് നീങ്ങി. ആദ്യത്തെ കുറച്ച് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ താഴെയുള്ള സ്റ്റേഷൻ വളരെ ചെറുതായിട്ട് മാറി. ഓരോ നിമിഷവും ഉയരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ ചുറ്റുമുള്ള മരങ്ങളുടെ മുകൾ ഭാഗം പോലും വളരെ താഴെയായിട്ട് കാണപ്പെട്ടു. കണ്ണെത്താ ദൂരത്തോളം പച്ചപ്പ് മാത്രം. നല്ല നിബിഡമായ വനങ്ങളാണ്, മലനിരകൾ, ഇടയ്ക്കിടയ്ക്ക് പാറക്കെട്ടുകളിൽ നിന്നൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങൾ. 2013 ഈ കേബിൾ കാർ സിസ്റ്റം ആരംഭിച്ചത്. ഏറ്റവും നീളമുള്ള നോൺ സ്റ്റോപ്പ് സിംഗിൾ ട്രാക്ക് കേബിൾ കാർ എന്ന റെക്കോർഡ് ഈ ബാന ഹിൽസ് കേബിൾ കാറിനുണ്ട്. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തിയാൽ എല്ലാവരും ആദ്യം പോകുന്നത് ഒരു പാലത്തിലേക്കാണ് കേട്ടോ. ഞങ്ങളും അവിടേക്ക് തന്നെയാണ് പോയത്. ലോക പ്രശസ്തമായ ഗോൾഡൻ ബ്രിഡ്ജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ പാലത്തിന് ഏകദേശം 150 മീറ്റർ നീളമുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 ഭീമൻ കോൺക്രീറ്റ് കൈകൾ ഈ പാലത്തെ താങ്ങി നിർത്തുന്നത് പോലെയാണ്. അങ്ങനത്തെ ഒരു ഡിസൈനാണ് ഈ പാലത്തിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ കൈകൾക്ക് മുന്നിൽ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് സഞ്ചാരികളുടെ ഒരു തിരക്ക് തന്നെയാണ്. യഥാർത്ഥത്തിൽ ആ കൈകൾ ഫൈബർ ഗ്ലാസും വയർ മെഷും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. മേഘങ്ങൾക്കിടയിൽ നിൽക്കുമ്പോൾ ഈ പാലത്തിൽ നിന്ന് നോക്കുന്ന കാഴ്ചകൾ ശരിക്കും ഒരു ഗംഭീര കാഴ്ചയുണ്ടോ. ഒരു ഭീമൻ കൈകൾ, അതിൻ്റെ വിരലുകൾ ഇങ്ങനെ നിവർത്തി വെച്ചിട്ടുണ്ട്. ആ നിവർത്തി വെച്ച കൈകളുടെ ഇടയിലൂടെ ആ കോൺക്രീറ്റ് ബ്രിഡ്ജ് ഇങ്ങനെ പോകുന്നു. സുന്ദരമായൊരു നിർമ്മിതി തന്നെയാണ്. ഡനാങ്ങിലേക്കോ അല്ലെങ്കിൽ ബാന ഹിൽസിലേക്ക് വരുന്ന ആളുകളുടെ ഏറ്റവും പ്രിയപ്പെട്ട അട്രാക്ഷൻ തന്നെയാണ് ഈ ഗോൾഡൻ ബ്രിഡ്ജ്. ഈ പാലത്തിന്റെ മറുകരയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നല്ലൊരു വ്യൂ ആണ് കാണുന്നത്. പാലത്തിന്റെ മൊത്തം വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ആ 2 കൈകളും കൂടി ചേർന്നിട്ടുള്ള ഒരു വ്യൂ നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനൊക്കെ പറ്റും. തേജു വളരെ സന്തോഷവാനായിട്ട് ഈ പാലത്തിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കുകയാണ്. 2 സൈഡിലും സേഫ്റ്റി ഗ്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഗോൾഡൻ ബ്രിഡ്ജിൽ നിന്നുള്ള മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളിപ്പോൾ കേബിൾ കാർ സ്റ്റേഷനിലോട്ട് വന്നേക്കാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ തിരിച്ചു പോരാണെന്ന്. അതല്ല, ഇവിടെ പല പല കേബിൾ കാർ സ്റ്റേഷനുകളുണ്ട്. ഇനി ഞങ്ങൾക്ക് ഈ ട്രിപ്പിൽ ലഞ്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ
ഒരു കേബിൾ കാർ റൈഡ് എടുത്തിട്ട് വേണം വേറൊരു സ്ഥലത്തേക്ക് പോകാൻ. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ബാന ഹിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗോൾഡൻ ബ്രിഡ്ജ് മാത്രമല്ല, ഇവിടെ ഒരു ഫ്രഞ്ച് ഗ്രാമത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഫ്രഞ്ച് വില്ലേജ് കൂടിയുണ്ട്. അവിടെയുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമായ കാഴ്ചകളാണ്. യൂറോപ്യൻ സ്റ്റൈലിലുള്ള കെട്ടിടങ്ങളാണ് ശരിക്കും ഉള്ളത്. അതുപോലെ നല്ല വൃത്തിയുള്ള ടൈലൊക്കെ വിരിച്ചിട്ടുള്ള വഴികളും, അങ്ങനെ ഇതെല്ലാം കൂടി കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും നമ്മൾ യൂറോപ്പിൽ തന്നെയാണോ വന്നിരിക്കുന്നതെന്നേ തോന്നുള്ളൂ. വിയറ്റ്നാം ആണെന്ന് നമുക്ക് ഒട്ടും തോന്നില്ല. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബന ഹിൽസിലെ അതിമനോഹരമായ ഒരു ഗാർഡനിലാണ്. ലേ ഡിയമോർ എന്ന ഫ്രഞ്ച് ഗാർഡനാണ് ഈ കാണുന്നത്. പേര് പോലെ തന്നെ പ്രണയത്തിന്റെയും പ്രകൃതി ഭംഗിയുടെയും ഒരു വലിയ ലോകം. അതാണ് ഈ സ്ഥലം. ഇവിടെ ഒരു ഗാർഡൻ മാത്രമല്ല, 9 വ്യത്യസ്ത രീതിയിലുള്ള പൂന്തോട്ടങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ഓരോ ഗാർഡനും ഓരോ കഥ പറയുന്ന പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. തേജു അതിൻ്റെ ഇടയിൽ കൂടിയൊക്കെ ഓടി നടക്കുകയാണ്. സേഫ് ആയതുകൊണ്ട് നമുക്കും കാര്യങ്ങളൊക്കെ സുരക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. പല പല കാറുകളുടെയൊക്കെ, വിൻറ്റേജ് കാറുകളുടെയൊക്കെ മോഡലൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടുത്ത് നിന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാൻ നോക്കുന്നുണ്ട്. പിന്നീട് ഈ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ ശരിക്കും ഒരു ഫാൻസി വേൾഡിൽ എത്തിയ പോലെയാണ് നമുക്ക് തോന്നുന്നത്. പഴയ യൂറോപ്യൻ ക്ലാസിക് സ്റ്റൈലിലുള്ള കെട്ടിടങ്ങളാണ്. റൊമേനിയയിലുള്ള ഡ്രാക്കുള പാലസ് ഒക്കെ ഇല്ലേ, അതേപോലെയൊക്കെ തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആ ഗാർഡന്റെ നടുക്കായിട്ടൊരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിന്റെ മധ്യത്തിൽ താമരപ്പൂവിന്റെ ഷേപ്പിലൊരു നിർമ്മിതിയുണ്ട്. ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ കുറേ ഫ്രഞ്ച് നർത്തകർ അവരുടെ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ കാഴ്ചകളിലേക്ക് കടന്നു. അങ്ങനെ ഈ ഫ്രഞ്ച് ഗാർഡനിലെ അതിമനോഹരമായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നീട് മുകളിലേക്ക് നടക്കുമ്പോൾ എത്തുന്നത് ഈ ബാന ഹിൽസിന്റെ ഹൃദയഭാഗമായ ഫ്രഞ്ച് വില്ലേജിലേക്കാണ്. യൂറോപ്പിലെ ഒരു പഴയ ഫ്രഞ്ച് പട്ടണത്തിലേക്ക് എത്തിയ പോലെയാണ് എനിക്ക് ഇവിടെ എത്തിയപ്പോൾ തോന്നിയത്. നല്ല ടൈല് വിരിച്ച വഴികളും ഗോത്തിക് ശൈലിയിലുള്ള പള്ളികളൊക്കെ ഇവിടെയുണ്ട്. പഴയ യൂറോപ്യൻ സ്റ്റൈലിലുള്ള കെട്ടിടങ്ങളാണ്. അതുപോലെ നല്ല വിശാലമായ സ്ക്വയറുകളുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് കഫേ ഷോപ്പുകൾ, എല്ലാം വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. നമ്മളിനി പോകുന്നത് ബാന ഹിൽസിലെ കുറച്ച് ക്ഷേത്രങ്ങളുടെ പരിസരത്തേക്കാണ് കേട്ടോ. ഇവിടെയുള്ള ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായ ശില്പഭംഗിയും നിരവധി കഥകളും പറയാനുണ്ട്. വിയറ്റ്നാമിൻ്റെ സംസ്കാരവും ആത്മീയതയും ശരിക്കും ഉൾക്കൊള്ളുന്ന രീതിയിലാണ് ഇവിടെയുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ പ്രതിമകളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വിയറ്റ്നാമി ശൈലിയിലുള്ളതാണ്. അതുമാത്രമല്ല, നിങ്ങൾ ഈ പടികളൊന്ന് നോക്കൂ. ഇടയ്ക്കിടെ താഴെ നിന്ന് വെളുത്ത പുക പോലെ വരുന്നത് കണ്ടോ? ഇങ്ങനെ നടക്കുമ്പോൾ മേഘങ്ങൾക്കിടയിലൂടെ നടക്കുകയാണെന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടും. യഥാർത്ഥ പുകയല്ല, നമുക്കറിയാലോ, അത് പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു മിസ്റ്റാണത്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ആ ക്ഷേത്രത്തിന്റെ ഒരു ശാന്തതയൊക്കെ നമ്മൾ ആസ്വദിച്ച് നടക്കുവാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. ഫ്രഞ്ച് ഗാർഡനിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇനി തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. നമുക്കിനി താഴേക്ക് പോകണം. അപ്പോൾ ഈ താഴേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ഗോൾഡൻ ബ്രിഡ്ജ് കടന്നിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ വൈകുന്നേരമായപ്പോൾ സൺസെറ്റ് സമയമായതുകൊണ്ട് ആ ഗോൾഡ് ബ്രിഡ്ജിൻ്റെ ഏരിയയൊക്കെ കുറച്ചും കൂടി ഭംഗിയായിട്ടുണ്ട്. ആളുകൾ ഈ സൺസെറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങളും അവിടെ സമയം ചിലവഴിച്ചു. കാരണം കേബിൾ കാറിൻ്റെ സമയം ഒരു 6 മണി 7 മണി വരെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സമയമുണ്ട്. അതുമാത്രമല്ല, ഈ സമയമായപ്പോൾ വൈകുന്നേരം മൂടൽമഞ്ഞൊക്കെ കയറിയിട്ട് ആ മൊത്തം ഏരിയ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. കുറച്ചും കൂടി തണുപ്പ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ തണുത്ത അന്തരീക്ഷത്തിൽ ഇങ്ങനെ നിൽക്കാൻ തന്നെ ഒരു രസമായിരുന്നു. ഗോൾഡൻ ബ്രിഡ്ജിൽ കുറച്ചുകൂടി സമയം ചെലവഴിച്ച ശേഷം ഞങ്ങൾ ഇനി താഴേക്ക് പോവുകയാണ്. ബാന ഹിൽസിലെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു. തിരിച്ച് വീണ്ടും നമ്മൾ കേബിൾ കാറിൽ കയറി താഴോട്ട് പോവുകയാണ്, മല ഇറങ്ങുകയാണ്. അപ്പോൾ ഈ സമയമായതുകൊണ്ട് വൈകുന്നേരം ആയല്ലോ, അപ്പോൾ മൂടൽമഞ്ഞൊക്കെ ഇങ്ങനെ മുകളിലോട്ട് വന്നിട്ടുണ്ട്. കുറച്ചും കൂടി കാഴ്ചകളൊക്കെ ഭംഗിയായിട്ടുണ്ട്. മലനിരകളിലൊക്കെ ആ മൂടൽമഞ്ഞ് കാണാം. അതുപോലെ താഴെ ചെറിയ ചെറിയ അരുവികളൊക്കെ ഒഴുകുന്നു. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്.
കേബിൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ബേസ് സ്റ്റേഷൻ്റെ പരിസരത്തേക്ക് നടക്കുകയാണ്. നമ്മൾ കുറച്ച് നടന്നിട്ട് വേണം ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. അപ്പോൾ നമ്മൾ രാവിലെ കണ്ട ആ കാഴ്ചകളുണ്ടല്ലോ, കളർഫുൾ ലൈറ്റൊക്കെ, അപ്പോൾ ഇപ്പോൾ ഏകദേശം ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ലൈറ്റെല്ലാം ഓണാക്കിയിട്ട് വേറൊരു ഭംഗിയുണ്ട്. ഇപ്പോൾ നമ്മൾ വന്ന പോലെയല്ല, എവിടെ നോക്കിയാലും നല്ല വർണ്ണശബളമായ ലൈറ്റും, അതുപോലെ നമ്മൾ നേരത്തെ കണ്ടില്ലേ കുറേ മൃഗങ്ങളുടെയും പക്ഷികളുടെയൊക്കെ പ്രതിമയുണ്ട്. അപ്പോൾ ആ പ്രതിമകളൊക്കെ കണ്ടിട്ടുള്ള യാത്ര ശരിക്കും ഇവിടെയും നമുക്ക് കുറച്ച് സമയം ചെലവഴിക്കാൻ തോന്നും. അത്രക്ക് ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ കേബിൾ കാറിൽ നമ്മൾ കയറുന്നതിന് മുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഈ തിരിച്ചു വരുമ്പോൾ, ഞങ്ങളിപ്പോൾ ഈ വന്ന പോലെ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാനും കുറച്ച് സമയമൊക്കെ ഇങ്ങനെ സന്തോഷിച്ച് ഇവിടെ ചെലവഴിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം തന്നെയാണത്. ബാന ഹിൽസിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങളിപ്പോൾ സിറ്റിക്ക് അടുത്തുള്ള സോൺട്ര നൈറ്റ് മാർക്കറ്റ് എത്തിയിരിക്കുകയാണ്. നൈറ്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ രാത്രി കാലങ്ങളിൽ മാത്രമേ ഈ മാർക്കറ്റ് പ്രവർത്തിക്കുകയുള്ളൂ. ഒരു കിടിലൻ വൈബാണ് ഇവിടെ. ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് ഇരുവശവും നല്ല കുറേ ഷോപ്പുകളും അതുപോലെ സ്ട്രീറ്റ് ഫുഡിൻ്റെ മണവും ആളുകളുടെ തിരക്കും, ആകെ ഒരു ഫെസ്റ്റിവൽ ഫീലാണ് ഇവിടെ വരുമ്പോൾ. ഇവിടെ കിട്ടാത്ത സാധനങ്ങളില്ല. സൊവിനീറുകൾ, ഹാൻഡിക്രാഫ്റ്റുകൾ, നിരവധി തുണിത്തരങ്ങൾ, കീ ചെയിനുകൾ, ബാഗുകൾ, എന്ത് വേണമെങ്കിലും നമുക്കിവിടെ കിട്ടും. അതുപോലെ ബാർഗെയിൻ ചെയ്യാൻ മറക്കരുത്, നല്ല ഡീൽ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇവിടെ. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ചെല്ലുമ്പോൾ പിന്നീട് ചെല്ലുന്നത് സ്ട്രീറ്റ് ഫുഡിൻ്റെ ഭാഗത്തേക്കാണ്. ഓഹ്, എന്തെല്ലാം ടൈപ്പ് ഫുഡാണ് ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. തനത് വിയറ്റ്നാമീസ് സ്റ്റൈലിലുള്ള ചിക്കനായാലും നമ്മുടെ ഉണ്ണിയപ്പം പോലത്തെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ക്യാൻഡീസ് ഉണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കുന്നവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഏരിയയാണ് ഈ നൈറ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഞങ്ങളിങ്ങനെ മാർക്കറ്റിലെ കാഴ്ചകൾ കണ്ടെടുക്കുമ്പോൾ നിരവധി ആളുകൾ ഇങ്ങനെ എന്തോ ഒരു ലക്ഷ്യം വെച്ചിട്ട് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ നീങ്ങണ കണ്ടു. എന്താണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഞാൻ മാർക്കറ്റിന് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് അകലെ ഒരു വലിയൊരു ബ്രിഡ്ജ് കണ്ടു. ഡ്രാഗൺ ബ്രിഡ്ജ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സോൺട്ര മാർക്കറ്റിന്റെ അടുത്താണ് ഈ ബ്രിഡ്ജ് ഉള്ളത്. ഈ ബ്രിഡ്ജിൽ ഒരു പ്രത്യേകതയുണ്ട്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഒരു പ്രത്യേക സമയത്ത്, അതായത് 9 മണിക്ക് ശേഷം 5 മിനിറ്റോ അല്ലെങ്കിൽ 10 മിനിറ്റ് ഈ ഡ്രാഗന്റെ വായിൽ നിന്ന് തീയും വെള്ളവും ഒക്കെ ഇങ്ങനെ വരുന്ന ഒരു ഷോ നടക്കാറുണ്ട്. കറക്റ്റായിട്ട് ഞങ്ങൾ ആ ദിവസമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് വിയറ്റ്നാമിൽ വരുമ്പോൾ ഈ ഒരു ഷോ കാണാൻ മറക്കരുത് കേട്ടോ. ഷോ ഇല്ലാത്ത ദിവസം ഈ ബ്രിഡ്ജിന്റെ പരിസരത്തൊക്കെ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കിടക്കാൻ നല്ല രസമാണ്. അപ്പോൾ എന്തായാലും ആ ഷോ കാണാൻ വേണ്ടി ഞാൻ അതിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ ഇൻ്റർവെല്ലിൽ ഇങ്ങനെ തീ വരുന്നു. എന്തെങ്കിലും ഫ്യൂല് വെച്ചിട്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ പുക വരുന്നുണ്ട്. റെസ്റ്റോറൻറ്റുകൾ ഇപ്പോഴും സജീവമാണ്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചിഞ്ഞ് ഹോട്ടലിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. നേരം കുറേയായി. അപ്പോഴും ഡ്രാഗൺ അവിടെ തീ തുപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ ഫോട്ടോ എടുക്കുന്നു, കരഘോഷങ്ങൾ മുഴക്കുന്നു. ഒരു ഉത്സവ പ്രതീതിയാണ് ഇവിടെ. നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. ബാന ഹിൽസിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വിയറ്റ്നാമിലെ ഞങ്ങളുടെ 4ാമത്തെ ദിവസം അങ്ങനെ തീരുകയായിരുന്നു. അടുത്ത കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ. ബൈ.